ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കുക്കീസാട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. ബട്ടർ കുക്കീസാണ്. കുറഞ്ഞ ചേരുവയിൽ, അതും വിത്തൗട്ട് ഓവനാട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓവനില്ലാണ്ട് വെറും നാല് ചേരുവയിൽ എങ്ങനെ നമുക്ക് ഈ കുക്കീസ് ഉണ്ടാക്കാൻ നോക്കാം. ഭയങ്കര സിമ്പിളാട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ ബട്ടറാണ് മിൽക്കി മിസ്റ്റിൻ്റെ. ഏത് ബ്രാൻഡായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഹാഫ് പോർഷൻ മാത്രം നമുക്ക് മതി, അതായത് 50 ഗ്രാം. ഫുള്ളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കുക്കീസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ അതിനനുസരിച്ച് കൂടുതൽ എടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. വിസ്ക് വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് 1/3 കപ്പിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് പൊടിച്ച പഞ്ചസാര. അതായത് 1/4 കപ്പിൻ്റെയും 1/2 കപ്പിൻ്റെയും ഇടയിലുള്ള കപ്പുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് എടുത്താൽ മതി. 1/4 കപ്പ് എടുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1/3 കപ്പായിട്ട് കിട്ടും കേട്ടോ. ഇതും നന്നായിട്ട് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പോർഷനൊക്കെ നമുക്കൊന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പുള്ള ബട്ടറാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. ഇനി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/4 കപ്പ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദക്ക് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം കേട്ടോ. ഏതായാലും പ്രശ്നമൊന്നുമില്ല. സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ടും കുഴച്ചെടുക്കാം. എന്നാലും നല്ല കറക്റ്റായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. മാവ് കുറച്ച് ടൈറ്റായിട്ടാണ് തോന്നുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ 1-2 ടീസ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കിയിട്ട് എടുക്കാം. ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ ഒരുപാട് ഇട്ട് കുഴക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ജോയിൻ്റ് ആക്കിയിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയുള്ള പരിപാടി. നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് കുക്കീസ് ഉണ്ടാക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവിയിട്ട് ജസ്റ്റ് ഇതിൽ നിന്നൊരു ഓരോ ചെറിയ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. റൗണ്ടോ സ്ക്വയറോ എങ്ങനെ വേണമെങ്കിലും. ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ട് ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമുക്കൊക്കെ ഇതുപോലത്തെ ഡിസൈൻസ് കൊടുക്കാം. അതുപോലെ ഇതിൽ നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ബൈറ്റൊക്കെ എടുക്കുമ്പോൾ ആ നട്ട്സൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാത്രത്തിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാട്ടോ എടുത്തിട്ടുള്ളത്. ഫ്രൈ പാൻ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് അടപ്പുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ബേക്കായിട്ട് കിട്ടില്ല. അപ്പോൾ എല്ലാം ഇതുപോലെ വെച്ച് കൊടുക്കാം. കുറച്ച് അകലം വിട്ടിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. അല്ലെങ്കിൽ ബേക്കായിട്ട് വരുമ്പോൾ കുറച്ചുകൂടി വലുതാവും. അപ്പോൾ മുട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഒരു പാത്രത്തിൽ 6 കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ബേക്കായി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് കൂടി അതിൽ ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടും. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇത് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ടോട്ടൽ 9 കുക്കീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബേക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി അഥവാ കരിഞ്ഞു പോകുന്നൊരു പേടി ഉണ്ടെങ്കിൽ ഈ പാത്രത്തിന് താഴെ ഒരു പഴയ തട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കീസൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്, ചായയിൽ മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടെല്ലാം അലിഞ്ഞു പോകുന്ന ഒരു ബട്ടർ കുക്കീസാണ്. അപ്പോൾ ഇനി ഓവനൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആരും കുക്കീസ് ഒന്നും ഉണ്ടാക്കാതിരിക്കേണ്ട. നല്ല കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.